നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ മണവാംകോട് ക്ഷേത്രത്തിനു സമീപം നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് വെള്ളാങ്കല്ലൂർ കുന്നത്തൂർ കോട്ടപ്പുറം വീട്ടിൽ 19 വയസ്സുള്ള അഭയ്. അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ LDF പാനലിന് വിജയം. മുഴുവൻ സീറ്റുകളിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക പൊതുയോഗവും മാതൃസംഗമവും ആദര സമ്മേളനവും സംഘടിപ്പിച്ചു. പാറളം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ദാനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വല്ലച്ചിറ മണവാംകോട് ക്ഷേത്രത്തിനു സമീപം നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. വെള്ളാങ്കല്ലൂർ കുന്നത്തൂർ കോട്ടപ്പുറം വീട്ടിൽ 19 വയസ്സുള്ള അഭയാണ് മരിച്ചത്. ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന കാറളം കൂത്താട്ടുപറമ്പിൽ വീട്ടിൽ 19 വയസ്സുള്ള റാമിസിന് കാലിന് സാരമായ പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. അമിത വേഗതയിൽ വന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ നിന്നും വന്ന ബൈക്കിൽ ഇടിക്കുന്നത് CCTV ദൃശ്യത്തിൽ കാണാം. നാട്ടുകാർ ചേർന്ന് കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഭയ് മരിച്ചു. ഇരുവരും തൃശൂർ വിഷൻ അക്കാദമി ഏവിയേഷൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ LDF പാനലിന് വിജയം. മുഴുവൻ സീറ്റുകളിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഉല്ലാസ് പുറത്താള, ദീപു എടേടത്ത്, MS പരമേശ്വരൻ, TP പ്രിൻസ്, പ്രകാശ്, AK പ്രസാദ്, മധു കാട്ടുങ്ങൽ, അശ്വതി വിനോദ്, ബീന ലക്ഷ്മണകുമാർ, PD വിജയകുമാർ, MN ശ്യാംദേവ്, ആശ രാഗേഷ്, അനന്തകൃഷ്ണൻ ചക്കാലക്കൽ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക പൊതുയോഗവും മാതൃസംഗമവും ആദര സമ്മേളനവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഈ ചേർപ്പ് ബ്ലോക്കിന്റെ കീഴിൽ ഒരു വിദ്യാലയം പോലും ഇത്രയധികം അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂളുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരു വർണ്ണക്കൂടാരത്തെ കുറിച്ച് പ്രീ പ്രൈമറിയുമായിട്ട് ബന്ധപ്പെട്ട് വർണ്ണക്കൂടാരം അവിടെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം മഹനീയമായിട്ട് നമ്മൾ അത് പോയി കാണുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും, ദൈവമേ എനിക്ക് ഒരു ചെറിയ പ്രായം ഒരു പ്രവിശ്യയിൽ കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ആ ചെറിയ പ്രായത്തിലേക്ക് ഒരിക്കലും കൂടി കടന്നു വന്നിരുന്നെങ്കിൽ അത്രയും ഭംഗിയുള്ള ആ ഭരണകൂടാരത്തിൽ കൊണ്ട് ഇരിക്കാമായിരുന്നു എന്നത്. അധ്യാപക രക്ഷാകർതൃ സമിതി വാർഷിക പൊതുയോഗത്തോടൊപ്പമാണ് മാതൃസംഗമവും ഉന്നത വിജയം നേടിയവർക്കായി ആദര സമ്മേളനവും സംഘടിപ്പിച്ചത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് VH ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ ഗംഗാധരൻ ചെങ്ങാലൂർ മുഖ്യ അതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ NA ജാഫർ സാദിഖ്, ആർട്ടിസ്റ്റ് സിജേഷ് ആറാട്ടുപുഴ, VHSE പ്രിൻസിപ്പൽ DS മനു, CS രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ഹരിദാസ്,
BRC, BPC, സുരേഷ് കുമാർ, VV ധീരജ്, PTA, MPTA, OSA ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. പാറളം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ദാനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി പാറളം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ പൊൻതൂവൽ 2024 പ്രോഗ്രാം വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. വളരെ തിരക്കുള്ള ദിവസമാണ് എല്ലാവർക്കും. കാരണം ഓണമൊക്കെ അടുത്തു, ആഘോഷങ്ങളൊക്കെ തുടങ്ങി, റോഡിലൊക്കെ നല്ല തിരക്കാണ്. നിങ്ങൾ നേരത്തെ തന്നെ എത്തി ഈ ഒരു സഹകരണ സംഘത്തോടുള്ള ആഭിമുഖ്യവും പിന്തുണയും അറിയിക്കുകയും ആദരിക്കുന്നവരെയൊക്കെ ബഹുമാനത്തോടുകൂടി കാണുകയും ചെയ്യാനാണ് ഈ പരിപാടി. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം എനിക്കുണ്ട്. അവിചാരിതമായിട്ടാണ്. സത്യത്തിൽ കഴിഞ്ഞ 2 മാസമായി തൃശ്ശൂർ ജില്ലയിലെ പാർട്ടിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്നതുകൊണ്ടാണ് CEO ജേക്കബ് നിർബന്ധിച്ചപ്പോൾ ഞാനിവിടെ വന്നത്. എൻ്റെ മണ്ഡലത്തിൽ ധാരാളം പരിപാടികളുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം വന്നതാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ഒരു അവാർഡ് ഒരുപാട് വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷമായി. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ വളരെ പ്രമുഖ സ്ഥാനത്താണ് നമ്മുടെ വെൽഫെയർ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഞാൻ തന്നെ സത്യത്തിൽ പറഞ്ഞ് കേട്ടപ്പോൾ ഒന്ന് അന്താളിച്ചു. കാരണം ഈ പാറളം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം, ഒരുപക്ഷെ ഞാനൊരു സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ പരിപാടിയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. പേരങ്ങനെയാണ്, പക്ഷേ പ്രവൃത്തി സഹകരണ ബാങ്ക് തന്നെയാണ്. എല്ലാ നിക്ഷേപങ്ങളും എല്ലാ വായ്പകളും ജനങ്ങൾക്ക് ആശ്വാസകരമായ നിരവധി പദ്ധതികളും അത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നടത്തുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബാങ്കിൻ്റെ നിക്ഷേപം അന്വേഷിച്ചപ്പോഴാണ് ഒന്നുകൂടി എനിക്ക് ഞെട്ടിയത്. കാരണം വളരെ 10 വർഷം തികയാത്തൊരു ബാങ്ക് 50 കോടിയിലധികം നിക്ഷേപം സമാഹരിച്ചിരിക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷമുണ്ട്. 2022-23 ഓഡിറ്റ് കഴിഞ്ഞ വരെയുള്ള വർഷങ്ങളിൽ നമ്മുടെ സംഘം ലാഭത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കാനാകുന്നത്. നമ്മുടെ ജില്ലയിൽ പല സംഘങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പല സംഘങ്ങളും ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്, അവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ലാഭകരമായി പ്രവർത്തിക്കാനൊന്നും പൂർണ്ണമായി അവർക്ക് കഴിഞ്ഞില്ല. നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മറ്റുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രളയമുണ്ടായപ്പോൾ നമ്മൾ ആ പ്രളയത്തിൽപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാൻ ആവശ്യമായ സാഹചര്യമുണ്ടാക്കി. വീട് വെച്ചു കൊടുക്കാൻ ഗവൺമെൻറ് പറഞ്ഞപ്പോൾ വീട് വെച്ചു കൊടുത്തു. അവർക്ക് ആവശ്യമായ ഭക്ഷ്യക്കിറ്റുകൾ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷ്യക്കിറ്റുകൾ കൊടുത്തു. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ കോവിഡ് ഉണ്ടായപ്പോൾ മരുന്നുകൾ വിതരണം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ മരുന്ന് കൊടുത്തു. അങ്ങനെ സേവന കാര്യത്തിലും നാം വളരെ ശക്തമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വലിയ സ്ഥാപനം. അത് അപൂർവം സംഘങ്ങളെ എന്നുള്ളൂ എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കാം. കുറഞ്ഞ കാലം കൊണ്ട് ഉന്നതിയിലേക്ക് എത്തിയ പാണഞ്ചേരി മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സഹകരണ സംഘത്തിന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്മാരക പുരസ്കാരം നൽകി ആദരിച്ചു. കലാ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ പൊൻതൂവൽ 2014-ന്റെയും 75 വയസ്സ് തികഞ്ഞ സംഘത്തിലെ ഓഹരി ഉടമകളെയും ചടങ്ങിൽ ആദരിച്ചു. സിനിമ ആർട്ടിസ്റ്റ് ഡിംപിൾ റോസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. സംഘം പ്രസിഡന്റ് CEO ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് പാഴൂര് അപ്പുക്കുട്ടൻ, സെക്രട്ടറി ഇൻചാർജ് ചിഞ്ചു മധു, സംഘം ഡയറക്ട് അംഗങ്ങളായ വിജു PA, ബിന്ദു അശോകൻ, M സേതുമാധവൻ, TK രാജു, KR ചന്ദ്രൻ, AA റപ്പായി, CR വേലായുധൻ, AR ജോസ്, PC സനോജ്, സുമാദേവി, ഫാൻസി ആൻഡോ എന്നിവർ നേതൃത്വം നൽകി. ഊരകം 30-ാം നമ്പർ അംഗൻവാടിയിൽ പോഷൺ മാസ് ആചരണവും
ലൈബ്രറി ഉദ്ഘാടനവും നടന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി വർക്കർ അനുപമ പ്രതിജ്ഞാവാചകം ചൊല്ലി. ALMC അംഗങ്ങളായ രാകേഷ് ഉണ്ണിയാമ്പുറം, ബിന്ദു വിജയൻ, ഓമന, അംഗൻവാടി ഹെൽപ്പർ നൂർജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഊരകത്തെ കൂടുതൽ കളറാക്കാൻ റോയൽ സിസ്റ്റംസ് പ്രവർത്തനം ആരംഭിച്ചു. കളർ ലേസർ പ്രിന്റുകളുടെ വിസ്മയ ഡിസൈനുകൾ തേടി മറ്റെവിടെയും അലയേണ്ട. കളർ ലേസർ പ്രിന്റുകൾ സ്വന്തമാക്കാം ഇനി മിതമായ നിരക്കിൽ. A3 പ്രിന്റുകൾ, ബാനർ, വിസിറ്റിംഗ് കാർഡ്, കാർ ബാഗ് സ്റ്റിക്കർ, ക്ലിയർ ആൻഡ് സിന്തറ്റിക് തുടങ്ങി എല്ലാത്തരം കളർ ലേസർ പ്രിന്റുകളും മികച്ച ക്വാളിറ്റിയിൽ റോയൽ സിസ്റ്റംസിൽ നിന്നും സ്വന്തമാക്കാം. ഒപ്പം കമ്പ്യൂട്ടർ സെയിൽസ്, സർവീസ്, ആക്സസറീസ്, യൂസ്ഡ് മൊബൈൽസ്, മൊബൈൽ ആക്സസറീസ് എന്നിവയും ഷോപ്പിൽ നിന്നും സ്വന്തമാക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റമർ സർവീസ് പോയിന്റ്, പണം പിൻവലിക്കാനും ഡെപ്പോസിറ്റ് ചെയ്യാനും അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. റിയ ട്രാവൽസിന്റെ ട്രാവൽ പോർട്ടൽ ഫ്ലൈറ്റ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ബസ് ടിക്കറ്റ് എന്നിവയ്ക്കുള്ള ബുക്കിംഗും ഏർപ്പെടുത്തിയിരിക്കുന്നു. പേനുകളുടെയും പെർഫ്യൂമുകളുടെയും വൻ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഊരകം റോയൽ സിസ്റ്റംസിലെ പ്രിന്റർ സ്വിച്ച് ഓൺ കർമ്മം മുൻ തൃശൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാമും ചേർപ്പ് വല്ലച്ചിറ സഹകരണ സംഘം പ്രസിഡന്റ് മുരാരിയും ചേർന്ന് നിർവഹിച്ചു. ചേർപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, വാർഡ് അംഗം പ്രജിത് കുമാർ, സൊസൈറ്റി അംഗം ശശി, മാനേജ്മെന്റ്, കുടുംബാംഗങ്ങൾ, സ്റ്റാഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. ആരംഭിക്കുന്ന കളർ പ്രിന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഓണനാളുകളിൽ ചേർത്ത് പിടിക്കാം വയനാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തി AIYF സംസ്ഥാന കമ്മിറ്റിയുടെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ധനശേഖരണാർത്ഥം കുട്ടനല്ലൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ AIYF ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി സഹായ ചന്ത ആരംഭിച്ചു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. AIYF മണ്ഡലം പ്രസിഡന്റ് ജിനേഷ് PC അധ്യക്ഷനായി. പ്രസാദ് പറേരി, ബിനോയ് ഷെബീർ, കനിഷ്കൻ വല്ലൂർ, TR രമേഷ് കുമാർ, PD റെജി, T പ്രദീപ് കുമാർ, PS അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാലിക്കര ടോൾ പ്ലാസയിൽ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ AIYF ജില്ലാ കമ്മിറ്റി ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. നാം മനസ്സിലാക്കേണ്ടത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ താമര അടയാളത്തിലുള്ള കൊടിയുമായി BJP ഒരു സമരം നടത്തി. അവർ പ്രഖ്യാപിച്ചത് താങ്കൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോൾ പ്ലാസയും ഉണ്ടാകില്ല എന്നാണ്.
ഇതാ 10 വർഷമായി BJP-ക്കാരാ നിങ്ങൾ അധികാരത്തിൽ കയറിയിട്ട് ഈ ടോൾ പ്ലാസ വീണ്ടും നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭീമമായ തുക വാങ്ങി ടോൾ പിരിച്ച് കടന്നു പോകുന്നത് നിങ്ങളുടെ കൺമുമ്പിലാണ്. നിങ്ങൾക്ക് 2 കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ ഈ കേരളത്തിനകത്ത്. അതിലൊരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ നിയോജക മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന ആളാണ്. എന്നൊരു അക്ഷരം ഉരിയാടില്ല എന്ന് മാത്രമല്ല, BJP നാളിതുവരെ പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിലപാടും എടുത്തിട്ടില്ല. കരാർ ലംഘനത്തിന് കരാർ കമ്പനിക്ക് 2129 കോടി രൂപ NHAI പിഴ ചുമത്തിയ സാഹചര്യത്തിലും കരാർ പ്രവൃത്തികളും സേഫ്റ്റി ഓഡിറ്റിൽ നിർദ്ദേശിച്ച സുരക്ഷാ പ്രവൃത്തികളും ചെയ്തു തീർക്കാത്ത സാഹചര്യത്തിലും സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കരാർ കമ്പനിയുടെ നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ചെലവ് വന്ന 221 കോടി രൂപയ്ക്ക് 2 ഇരട്ടിയായ 1450 കോടി പിരിച്ചിട്ടും കമ്പനി ജനങ്ങളെ കൊള്ളയടിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട അധികൃതരും. തൃശൂർ MP സുരേഷ് ഗോപിയും ടോൾ പ്ലാസയ്ക്കെതിരെ സമരം ചെയ്ത BJP യുവമോർച്ച പ്രവർത്തകരും ഇപ്പോൾ ടോൾ പ്ലാസയ്ക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്തത് BJP-യുടെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ടോൾ പ്ലാസ ചുങ്കപ്പിരിവ് അവസാനിപ്പിച്ച് എത്രയും വേഗം ജനങ്ങൾക്ക് സൗജന്യ യാത്രയൊരുക്കണമെന്ന് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ VK വിനീഷ്, VN അനീഷ്, VR റബീഷ്, PS അഖിൽ എന്നിവർ സംസാരിച്ചു. മണലൂർ പാലാഴിയിൽ MDMA കൈവശമുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് കാറിലെത്തിയ യുവാവിനെ തടയാൻ ശ്രമിച്ച പോലീസുകാരനെ അതേ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. രക്ഷപ്പെട്ട പ്രതിയെ സാഹസികമായി പിടികൂടി. ഞായറാഴ്ച മണലൂർ പാലാഴിയിലാണ് സംഭവം. MDMAയുമായി മാമ്പുള്ളി സ്വദേശി കടയിൽ വീട്ടിൽ 23 വയസ്സുള്ള പവൻദാസ് കാറിൽ വരുന്നുണ്ടെന്ന രഹസ്യ സന്ദേശത്തെ തുടർന്ന് ഡാൻസാഫിലെ പോലീസുകാരനായ ഷൈൻ, സോണി എന്നിവർ ചേർന്ന് വാഹനം തടയുകയായിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെ കാർ മുന്നോട്ടെടുത്ത പ്രതി പവൻദാസ് റോഡിനു കുറുകെ നിന്ന് CPO ഷൈനിനെ ഇടിച്ചു തെറിപ്പിച്ച കാറുമായി കടന്നുകളയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഷൈൻ ദൂരേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. വിവരമറിഞ്ഞ അന്തിക്കാട് പോലീസ് 2 ജീപ്പുകളിലായി പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. തൃത്തല്ലൂർ 7-ാം കല്ലിൽ വെച്ച പോലീസ് ജീപ്പ് കാറിനെ വട്ടം വെച്ച് തടഞ്ഞു നിർത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മയക്കുമരുന്ന് കച്ചവടക്കാരനും നിരവധി കേസുകളിലെ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമാണ് പിടിയിലായ പവൻദാസ് എന്ന് പോലീസ് പറഞ്ഞു. ഷോൾഡറിന് പരിക്കേറ്റ CPO ഷൈൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വാടാനപ്പള്ളി തൃത്തല്ലൂർ 7-ാം കല്ലിൽ വയോധികൻ ഷോക്കേറ്റ് മരിച്ചു. ദേശീയപാതയുടെ ബൈപ്പാസ് ആരംഭിക്കുന്നതിന് സമീപം സ്വകാര്യ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് സംഭവം. തമിഴ്നാട് സ്വദേശി 65 വയസ്സുള്ള ധനശേഖറാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ മൃതദേഹം കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പെരിഞ്ചേരി പൈങ്കപ്പറമ്പിൽ പരേതനായ ശങ്കരൻ എഴുത്തച്ഛന്റെ ഭാര്യ TA വിലാസിനി നിര്യാതയായി 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വല്ലച്ചിറ മണവാംകോട് ക്ഷേത്രത്തിനു സമീപം നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് വെള്ളാങ്കല്ലൂർ കുന്നത്തൂർ കോട്ടപ്പുറം വീട്ടിൽ 19 വയസ്സുള്ള അഭയ്. അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ LDF പാനലിന് വിജയം. മുഴുവൻ സീറ്റുകളിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക പൊതുയോഗവും മാതൃസംഗമവും ആദര സമ്മേളനവും സംഘടിപ്പിച്ചു. പാറളം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ദാനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.